മൂമെന്റ്സ് ബൈ അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നോക്കാം. രാവിലെ തന്നെ ക്യാരറ്റ് തോരനും വെച്ചു. പിന്നെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു. സ്കൂളിൽ അതാണ് കൊടുത്തു വിട്ടത്. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പറൂൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിരുന്നു. പ്രജുഷ എന്നാണ് കേട്ടോ പേര്. പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് എല്ലും കപ്പയും കൊടുത്തു വിട്ടായിരുന്നു. ഞാൻ പിന്നെ അതാ കഴിച്ചത്. പിന്നെ എനിക്കൊരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. നമ്മുടെ 650 വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നൊരു കുർത്തിയാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസ് ഉണ്ട്. എന്നാൽ പിന്നെ അത് അയക്കാനായിട്ട് പോകാമെന്ന് കരുതി. ഞാൻ പിന്നെ വേഗം റെഡി ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നേരെ തൊടുപുഴയ്ക്കാണ് പോയത്. പ്രിയദർശിനിക്കാണ് പോയത്. ഇന്ന് ഫ്രീ ആയിട്ട് നമ്മൾ തൊടുപുഴയ്ക്ക് പോയി കേട്ടോ. ആദ്യം തന്നെ എനിക്ക് ഫേസ് വാഷ് വാങ്ങണമായിരുന്നേ. ഞാൻ പിന്നെ ഫേസ് വാഷ് വാങ്ങി. അത് കഴിഞ്ഞ് നേരെ വെജിറ്റബിൾസ് വാങ്ങാനായിട്ടാണ് പോയത്. ഞാൻ ഒരാഴ്ചത്തേനുള്ളത് മേടിക്കും. എന്നാലും എല്ലാം 1/4 കിലോ വീതം മേടിക്കാറുള്ളൂ. നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു കുർത്തി എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞാനിത് എടുത്തു കേട്ടോ. എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത്. നമുക്കിത് 5XL സൈസ് വരെ സിയോണിൽ കുർത്തീസ്, കോട്ടൺ കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസിനൊക്കെ അഫോർഡബിൾ റേറ്റിൽ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന കൊറിയർ ഇതാ ഈ ഒരു ബുക്കായിരുന്നേ. ഞാനിത് വായിച്ചു തുടങ്ങി. ഞാൻ കണ്ടിന്യൂസ് കുറേ നേരം ഇരുന്ന് വായിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 82ാമത്തെ പേജ് വരെ വായിച്ച് തീർത്തിട്ടുണ്ട്. എന്നാലും മുഴുവൻ വായിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ എഴുതിയൊരു ബുക്കാണ്. ഫസ്റ്റായിട്ട് എഴുതിയ ബുക്കാണ്. ഏതായാലും ഞാൻ വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞ ദിവസം വാങ്ങിയ ആ പുതിയ കണ്ടെയ്നറിലാക്കി ഓരോന്നിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവേ. രാവിലെ എഴുന്നേറ്റിട്ട് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു പതിവില്ല. നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടാട്ടോ ഉറങ്ങാറ്. രാവിലെ ഇന്നതാണ്, ഉച്ചയ്ക്ക് ഇന്നതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഏറെക്കുറെ മഴയൊക്കെ ആയിരുന്നേ. പിന്നെ വൈകുന്നേരം അമ്മ കുറച്ച് ലിവർ ഫ്രൈ കൊടുത്തു വിട്ടായിരുന്നേ. അതും കഴിച്ചു കേട്ടോ.